വലിയ പ്രതീക്ഷയായിരുന്നു നെൽകർഷകർക്ക്. പക്ഷേ അവരുടെ പ്രതീക്ഷകൾ നിറവേറിയില്ല. രാത്രിയോടുകൂടി മില്ലുടമകളുടെ വാർത്താക്കുറിപ്പ് വന്നു. ഈ ചർച്ച പരാജയം എന്ന നിലയിലാണ് മില്ലുടമകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമുണ്ടായത്. മില്ലുടമകളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നഷ്ടം സഹിച്ചെന്തിന് നെല്ല് സംഭരിക്കണം എന്ന ചോദ്യമാണ് മില്ലുടമകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. ഇക്കാര്യത്തിൽ ഇനി സംസ്ഥാന സർക്കാരാണ് കൂടുതൽ നടപടി സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടതാണ്, കുട്ടനാടൻ മേഖലകളിലൊക്കെ ഇതിനകം കൊയ്ത നെല്ല് അത് അവിടെ കൂന കൂടി ഇട്ടിരിക്കുകയാണ്. റോഡ് വശങ്ങളിലൊക്കെ കൂന കൂട്ടി ഇട്ടിരിക്കുകയാണ്. അത് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ നെൽവിത്തുകൾ പുറത്തേക്ക് വരുന്ന നിലയിലേക്കാണ്, അതായത് പിന്നീട് അത് ഉപയോഗശൂന്യമാകുന്ന നിലയിലേക്കാണ് ഈ നെൽകർഷകരുടെ അവരുടെ പ്രതിസന്ധി എത്തിച്ചിരിക്കുന്നത്. വലിയ തുകയ്ക്ക് പലിശയ്ക്കൊക്കെ കടമെടുത്താണ് ഈ കർഷകർ അവരുടെ ഈ നെൽകൃഷി നടത്തിയിരുന്നത്. ആ നെൽകർഷകർക്കാണ് അവരുടെ പ്രതീക്ഷകൾക്ക് മേലാണ് വലിയ തിരിച്ചടി ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു പ്രതിഷേധം കണ്ടതാണ്. നിങ്ങൾ ചോറ് കുഴയ്ക്കണമെങ്കിൽ ഞങ്ങൾ ചേറ് കുഴയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ നെൽകർഷകർ ചേറിൽ ചവിട്ടിയുള്ള പ്രതിഷേധമൊക്കെ പാലക്കാട്ട് കണ്ടതാണ്. അവിടെ നിന്നുള്ള സംസ്ഥാന വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിക്ക് ഈ കർഷകരുടെ പ്രതിസന്ധി അറിയാവുന്നയാളാണ്. ഇപ്പോൾ അവിടുത്തെ കർഷകരുടെ പ്രതികരണം എന്താണ്? അവർ വലിയ പ്രതീക്ഷയിലായിരുന്നല്ലോ ഇന്നലെ. തീർച്ചയായും ദിലീപ് കുമാർ, കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പാലക്കാട് നടന്നിരുന്നത്. ഈ നെല്ല് സംഭരണം വൈകുന്നതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി കർഷകർ പ്രതിഷേധത്തിലായിരുന്നു. അതോടുകൂടി ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ വളരെയധികം പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ പിന്നീട് ഈ മില്ലുടമകളുടെ ഒരു മറുപടി വന്നപ്പോൾ അവരുടെ നിരാശയാണ് ഇപ്പോൾ ഉള്ളത്. ഈ റോഡ് സൈഡിൽ അങ്ങനെ ഈ നെല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതിൽ പലതും നെല്ല് ഈ മഴയൊക്കെ ശക്തമായതോടുകൂടി നെല്ല് മുളച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോടുകൂടി ഏറെ നിരാശയിലാണ് ഇപ്പോൾ ഈ കർഷകർ ഉള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ കുഴൽമന്നം പ്രദേശത്തെ കർഷകരാണ് ചേരുന്നത്. ചേട്ടാ, ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോൾ ആശങ്ക? ഇന്നലെ വീണ്ടും മില്ലുടമകളെ ഈ സംഭരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും മറുപടി പറഞ്ഞു. ഒരു മാസമായി കൊയ്തിട്ട് നെല്ലെടുക്കാൻ വഴിയില്ല. ഞങ്ങൾക്കൊരു 35 രൂപയിലും കിട്ടിയാലാണ് ഇപ്പോഴത്തെ കൂലിയും ഇതൊക്കെ കൂടി മുതലാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു 35 രൂപ തന്നാൽ ഒരുമാതിരി ഹാപ്പി ആവും. ഇല്ലയെന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് നഷ്ടം തന്നെ. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പകുതി നെല്ലും ഇല്ല. ഒരു പറ കണ്ടത്തിൽ 2 ചാക്ക് നെല്ലേ ഉള്ളൂ. ഇപ്പോൾ ഈ സീസൺ കൊയ്തയിൽ 2 ചാക്ക് നെല്ലേ ഉള്ളൂ. അതാ കിട്ടിയിരിക്കുന്നത്. ഇതിൽ വിലയും പോയി എന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 1 രൂപ പോലും കിട്ടില്ല. അതുകൊണ്ട് 35 രൂപയാക്കി തന്നാൽ ഭയങ്കര ഒരു സന്തോഷമാവും. മഴയും കൂടി ശക്തമായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ പാലക്കാട് മേഖലകളിൽ കാട്ടാന ശല്യമുണ്ട്, മയിലിന്റെ ശല്യം, പന്നി, ഇങ്ങനെ വന്യജീവികളെ കൂടി ഭയന്നുകൊണ്ടാണ് ഈ കർഷകരൊക്കെ പാടത്തിറങ്ങുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ നെല്ല് സംഭരണവുമായി വീണ്ടും വൈകി പോവുകയാണ്. അതായത് 1.5 മാസമായി കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഈ വന്യമൃഗങ്ങളുടെ ശല്യം അതിനെല്ലാം ഞങ്ങൾ രക്ഷപ്പെട്ട് ഈ നെല്ല് ഇവിടെ കൊയ്തുകൊണ്ട് ഇട്ടിട്ട്, അഥവാ ഇപ്രാവശ്യം പൊതുവേ വിളവ് പാതിയുള്ളൂ. 2000 കിലോ കിട്ടുന്നവിടെ 1000 കിലോ നെല്ല് കിട്ടിയിട്ടുള്ളൂ. അതിനെയാണ് ഇപ്പോൾ ഈ തരത്തിൽ ഉണക്കി ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾ കാവലിരിക്കുന്നത്. ഇതുപോലും സംഭരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ഇന്നലെ വന്നിട്ട് 30 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്തു. ഈ 30 രൂപ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത് എന്താ, 3 രൂപ 30 രൂപ പൈസ വെട്ടിക്കുറച്ച ശേഷം വെറും 99 പൈസയാണ് ഇപ്പോൾ നമുക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 30 രൂപ എന്ന് പറഞ്ഞാൽ 99 രൂപ പൈസ വർദ്ധിപ്പിച്ചിട്ടാണ് 30 രൂപ ആയിരിക്കുന്നത്. ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. 35 രൂപ ഞങ്ങൾക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് ഇത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളിതെല്ലാം ഉപേക്ഷിക്കും. ആ നെൽപ്പാടത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഈ 3 രൂപ 30 പൈസ അവർ കുറച്ച പൈസ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ 32 രൂപ 49 പൈസ ഇപ്പോൾ വിലയുണ്ട്. ആ വില ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവൂ. അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും സമരപരിപാടിയായിട്ട് മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനം. ദിലീപ് കുമാർ, അത് തന്നെയാണ്. ഈ നെല്ല് ഇപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത്. ഇത് പാലക്കാടിന്റെ വിവിധ മേഖലകളിൽ ഇത് തന്നെയാണ് അവസ്ഥ. നെല്ല് ഇവർ കൊയ്ത്ത് കഴിഞ്ഞ് ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നു. പക്ഷെ അത് ഈ സംഭരണം വൈകുന്നതോടുകൂടി ആശങ്ക വർദ്ധിക്കുകയാണ്. ഒപ്പം തന്നെ വില സംബന്ധിച്ചൊക്കെ ഇവരുടെ ഏറെ ആശങ്കകൾ വർദ്ധിക്കുകയാണ്. ദിലീപ് കുമാർ, വലിയ ആശങ്കയിലാണ് സംസ്ഥാനത്തെ നെൽകർഷകർ. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നെല്ലറകളായ കുട്ടനാട്ടിലെയും പാലക്കാടെയും ഒക്കെ കർഷകർ അവരുടെ പ്രതിസന്ധികൾ, ദുരിതങ്ങൾ അത് തീരുന്നില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാരാണ് ഇനി മുൻകൈ എടുക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.